പരീക്ഷ ഓൺലൈൻ പരിശീലനത്തിലാണ് നിങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെയും പൊതുവിദ്യാലയങ്ങളെയും എന്നും സംരക്ഷിക്കുന്ന KST എന്ന അധ്യാപക പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ അക്കാദമികമായ എല്ലാ മുന്നേറ്റങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുരോഗമന പ്രസ്ഥാനമാണ്. വിദഗ്ധരായ അധ്യാപകരാണ് നമ്മുടെ ഈ പരിശീലന പരിപാടിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ കേട്ട് മികച്ച റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ആശംസിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ് മലയാളം ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുന്നത് ആലത്തൂർ GMLPS തോണിപ്പാട് സ്കൂളിലെ ഹെഡ് മാഷായ മാഷാണ്. മാഷിനെ ഈ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ ഈ ഓൺലൈൻ പരിശീലനം ഉദ്ഘാടനം ചെയ്യുന്നത് KST എന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായ പ്രഭാരം മാഷാണ്. മാഷും ഉടനെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യും. എന്തായാലും നമുക്ക് വൈകണ്ട, എല്ലാവരും വീഡിയോ ഒന്ന് കട്ട് ചെയ്യുക. കാരണം ക്ലാസ് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ മ്യൂട്ട് ആക്കുക. എന്തെങ്കിലും എഴുതാനുള്ള നോട്ട് പാഡും മറ്റും കയ്യിൽ ഉണ്ടാവണം. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക കേട്ടോ. ഞാൻ മാഷിനെ അടിക്കാണ്. പ്രേം മാഷെ, പ്രഭാരം മാഷ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മാഷ് ക്ലാസ് തുടങ്ങിക്കോളൂ. ആണോ? ഓക്കെ. സതീഷ് മാഷ കേൾക്കുന്നില്ലേ? മാഷെ തുടങ്ങിക്കോളൂ. KSTയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ പരിശീലനത്തിലേക്ക് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, അതേപോലെ KSTയുടെ ഗിരീഷ് മാഷ്, രതീഷ് മാഷ്, സുധീർ മാഷ്, അതേപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രഭാകരൻ മാഷ്, എല്ലാവർക്കും നമസ്കാരം. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും നിങ്ങൾ എഴുതുന്ന ആദ്യത്തെ ഒരു പൊതു പരീക്ഷയാണ് LSS. ഇപ്പോൾ LSSനെ കുറിച്ച് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പ്രധാനമായും അതില് വരുന്ന വിഷയങ്ങൾ നമുക്ക് 2 പേപ്പറുകളിലായിട്ടാണ് ഉണ്ടായിരിക്കുക. ഓരോന്നിൻ്റെയും 1.5 മണിക്കൂർ വീതമുള്ള 2 പേപ്പറുകളായിരിക്കും. പേപ്പർ 1-ൽ പാർട്ട് A നമ്മുടെ 1ാം ഭാഷ മലയാളം, പാർട്ട് B-യിൽ ഇംഗ്ലീഷ്, പാർട്ട് C പൊതുവിജ്ഞാനം. ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് 20 മാർക്കാണ് സ്കോറ്, ഇംഗ്ലീഷ് 10 മാർക്ക്, പൊതുവിജ്ഞാനം 10 മാർക്ക്. 1ാം പേപ്പറിൽ 40 മാർക്ക്. അതേപോലെ പേപ്പർ 2 പാർട്ട് A പരിസര പഠനം 20 മാർക്ക്, ഗണിതം 20 മാർക്ക്. അങ്ങനെ ആകെ സ്കോറ് 80 മാർക്കാണ്. 80 മാർക്കിൽ നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് LSS സ്കോളർഷിപ്പ് കിട്ടും. അപ്പോ എല്ലാവർക്കും LSS സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിടക്കുകയാണ്. പേപ്പർ 1-ല്, അതായത് മലയാളത്തില്, നമുക്ക് വിശദമായിട്ട് ഉത്തരം എഴുതേണ്ട 2 ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ, അങ്ങനെ 10 മാർക്ക്. പിന്നെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട 10 ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. 10x1 10 മാർക്ക്. ഇതില് 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. ബാക്കിയുള്ളത് ഒറ്റ ഉത്തരം, ഒരു ഉത്തരം എഴുതേണ്ടതായിരിക്കും. അങ്ങനെയാണ് മലയാളത്തിൽ ഉണ്ടാവുക. ഇംഗ്ലീഷില് പാർട്ട് B-യിൽ ഇംഗ്ലീഷിൽ 5 സ്കോർ വീതമുള്ള 2 ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യത്തിൽ 3 ഉപചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിൽ തന്നെ 3 ഉപചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ 2 എണ്ണം 1 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളായിരിക്കും. മൂന്നാമത്തേത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വ്യവഹാര രൂപങ്ങൾ, ഡിസ്കോഴ്സിന് അനുബന്ധിച്ചുള്ളതായിരിക്കും. പിന്നെ പാർട്ട് C പൊതുവിജ്ഞാനത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക.
പരിസര പഠനത്തിൽ വിശദമായിട്ട് ഉത്തരം എഴുതേണ്ട 2 ചോദ്യങ്ങൾ ഉണ്ടാവും. 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതേണ്ട 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഗണിതത്തിലും അതെ, വിശദമായിട്ട് ഉത്തരം എഴുതേണ്ട 2 ചോദ്യങ്ങൾ ഉണ്ടാവും 5 മാർക്കിന്റെ. ഇതില് പ്രശ്നാപഗ്രഥനം നടത്തി ക്രിയ ചെയ്ത് ഉത്തരം എഴുതേണ്ട 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പേപ്പർ 2ന്റെ ആകെ സ്കോർ നമുക്കറിയാം 20 40 ആയിരിക്കും. ഇതിന് 2 പരീക്ഷയുടെയും സമയം 1.5 മണിക്കൂറാണ്. നമുക്ക് പരീക്ഷയുടെ സമയം രാവിലെ 10:15 മുതൽ 12 മണി വരെയും ഒന്നാം പേപ്പർ, പിന്നെ 1:15 മുതൽ 3 മണി വരെ ആയിരിക്കും ഇതില് നിങ്ങൾക്ക് പരീക്ഷാ സമയം. ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കാനുള്ള സമയമാണ്. അപ്പൊ നന്നായിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ച് നോക്കുക. ആദ്യം തന്നെ പേപ്പർ കിട്ടിയാൽ എഴുതാൻ തുടങ്ങണ്ട. ആദ്യത്തെ 15 മിനിറ്റ് നന്നായിട്ട് വായിച്ച് നോക്കാനുള്ളതാണ്. നമുക്കപ്പോ ഇതാണ് LSS പരീക്ഷയെ കുറിച്ചുള്ള ഒരു പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏതൊക്കെ വിഷയങ്ങൾ വരും, എത്ര മാർക്ക് ഉണ്ടാവും. ഇനി നമുക്ക് മലയാളത്തിലേക്ക് കിടക്കാം. ഇതില് നമുക്ക് 2 പാർട്ടായിട്ടാണ് ബുക്കുകൾ. ആദ്യത്തെ ഭാഗത്തില് 5 യൂണിറ്റ് ആണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് അമൃതം. അമൃതത്തില് 3 പാഠഭാഗങ്ങളാണ്. വെണ്ണക്കണ്ണൻ, സ്നേഹം താൻ ശക്തി, കുടയില്ലാത്തവർ. രണ്ടാമത്തേല് ഹരിതം. അതിൽ എന്റെ പനിനീർ ചെടി, ഞാവൽക്കാട്. മൂന്നാമത്തെ മഹിതം, പത്തായം, ഓമനയുടെ ഓണം. നാലാമത്തെ രസിതം, നെഹ്റു ട്രോഫി വള്ളംകളി, ആര് പഠിപ്പിക്കും. അഞ്ചാമത്തെ മധുരം, ഊണിന്റെ മേളം, താളും തകരയും. ഇതാണ് ഒന്നാം ഭാഗത്തിലെ പാർട്ട് 1ലുള്ള പാഠഭാഗങ്ങൾ. LSS പരീക്ഷയ്ക്ക് മുഴുവൻ പാർട്ട് 1ലെയും പാർട്ട് 2ലെയും എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പിന്നെ നമുക്ക് അമൃതം, ഞാൻ ഈ 2 പാർട്ടും ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് അതിന് വരാവുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാനുള്ള സമയമുള്ളൂ നമുക്ക് 1 മണിക്കൂർ. ഓക്കെ. അപ്പോ ഇതില് അമൃതത്തില് ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട് ഡോക്ടർ K. ശ്രീകുമാറിന്റെ വിശപ്പ് എന്നൊരു കഥ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വിശപ്പ് എന്ന കഥ എഴുതിയതാരാണ്? ഡോക്ടർ K. ശ്രീകുമാർ. അടുത്ത നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് പാഠം വെണ്ണക്കണ്ണൻ. വെണ്ണക്കണ്ണൻ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത വരികളാണ്. അത് ചെറുശ്ശേരി എഴുതിയതാണ്. നമ്മുടെ പ്രാചീന കവിത്രയങ്ങളായ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, അതാണ് പ്രാചീന കവിത്രയങ്ങൾ. ചെറുശ്ശേരി എഴുതിയ വെണ്ണക്കണ്ണൻ. അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമുക്കറിയാം. വെണ്ണക്കണ്ണൻ കവിത നിങ്ങൾക്കറിയാം. സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽ വെണ്ണ ഞാൻ, ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങൂ നീ പോകുന്നു തന്നമ്മേ ചൊൽ. ഈ ഈണത്തിലാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത്. അപ്പോ കൃഷ്ണഗാഥയുടെ വൃത്തം എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കാം. നദോന്നത വൃത്തത്തിൽ എഴുതിയതാണ് കൃഷ്ണഗാഥ. അപ്പൊ അതൊന്ന് എല്ലാവരും ഓർത്തു വയ്ക്കുക. നോട്ട് ബുക്ക് ഉണ്ടാവല്ലോ, എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊന്ന് എഴുതി വയ്ക്കുക. പിന്നെ ചെറുശ്ശേരിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. പ്രാചീന കവിത്രയത്തിൽ മഞ്ചേരി നദോന്നത മഞ്ചേരി സോറി കേട്ടോ, ഞാൻ എന്താ പറയാ വഞ്ചിപ്പാട്ടിന്റെ സോറി കേട്ടോ, വഞ്ചിപ്പാട്ടിന്റെ പറഞ്ഞു പോയത്. മഞ്ചേരി വഞ്ചിപ്പാട്ടിന്റെയാണ് നദോന്നത. ഓക്കെ, സോ പെട്ടെന്ന് പറഞ്ഞു കൂട്ട്. ഓക്കെ, മഞ്ചേരി. ഓക്കെ, വഞ്ചിപ്പാട്ടിന്റെയാണ് നദോന്നത കേട്ടോ, അതും ചിലപ്പോൾ ഓർത്ത് വയ്ക്കാം. ഇനി ചെറുശ്ശേരിയുടെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരി, അദ്ദേഹം കേരളത്തിലെ ചെറുശ്ശേരി കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്തിലാണ് ജനിച്ചത്. അദ്ദേഹം കോലത്ത് നാട്ടിലെ ഉദയോർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു.
ഈ കൃഷ്ണഗാഥയ്ക്ക് വേറൊരു പേര് കൂടി ഉണ്ട്. കൃഷ്ണപ്പാട്ട് എന്നാണ് ഇതിന്റെ പേര്. കൃഷ്ണപ്പാട്ട്. ഓക്കെ. ഇനി അതിൽ വരുന്ന പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ, ഒന്ന് സ്നാനം. സ്നാനത്തിന്റെ അർത്ഥം ചോദിക്കാറുണ്ട്. അതേപോലെ ആഗമിക്കുക, അഞ്ചിതം, തൂമ. നിങ്ങൾ കേട്ടോ, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതല്ലേ നമ്മളെ വഞ്ചിപ്പാട്ടിൽ അതാണ് മഞ്ചരി. അതായത് കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരിയാണ്. നിങ്ങൾ തിരിച്ചല്ലോ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാണ്. ഓക്കെ. അപ്പൊ ആഗമിക്കുക, അഞ്ചിതം, തൂമ. ഈ നിങ്ങൾ ആരും പറയണ്ട കേട്ടോ, നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലായി. അപ്പോ ഞാൻ പറയാം. അഞ്ചിതം എന്നുള്ളത് മനോഹരം, ആഗമിക്കുക വരിക, ആനനം മുഖം, കൈതവം കള്ളം, സ്നാനം കുളി, തൂമ ഭംഗി, കാക്ക. ഓക്കെ 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 മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട. കാരണം എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞ പിന്നെ അത് എല്ലാവരും പറയാൻ തുടങ്ങും. അത് നമ്മുടെ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ. അപ്പൊ ഈ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിൽ വരുന്നത് ഇടശ്ശേരിയുടെ ഒരു കവിതയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഏത് കവിതയാണ്? മതി. ഓക്കെ. പൂതപ്പാട്ടിന്. അപ്പൊ പൂതപ്പാട്ടിന്റെ കർത്താവ് ഇടശ്ശേരി, അതൊന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ സമാന അർത്ഥമുള്ള പദങ്ങൾ: മുഖം, നിലാവ്, പുഞ്ചിരി, കൈ, അമ്മ, പാൽ. ഇതിന്റെയൊക്കെ സമാന അർത്ഥങ്ങളൊന്ന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് എഴുതി തന്നിട്ടുണ്ടാവും. അത് നല്ലപോലെ നല്ലപോലെ പഠിച്ചു വെക്കുക. മുഖം, നിലാവ്, അത് വരാറുണ്ട്. നിലാവിന്റെ സമാന അർത്ഥങ്ങൾ വരാറുണ്ട്. നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന, അതൊക്കെ വരാറുണ്ട്. ഇതൊക്കെ നിലാവിന്റെ. ഓക്കെ. ചന്ദ്രിക അർത്ഥം അറിയില്ല എനിക്ക്. ഇതിലൊക്കെ അർത്ഥങ്ങൾ പഠിക്കാനാ പറയുന്നത്. ഹലോ, നിങ്ങളെ മൈക്കൊന്നും ഇങ്ങോട്ടാക്കേട്ടാ. പിന്നെ അതില് വള്ളത്തോളിന്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലിത, തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും, നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു, വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൽ. മലയാളം കവിതയാണോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ പേജ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ പേജ് ഉണ്ട്. അതിന് കൊടുത്തിട്ടുള്ളത് വള്ളത്തോൾ എഴുതിയതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠം സ്നേഹം താൻ ശക്തി. അതിന് നിത്യ ചൈതന്യ എഴുതിയ ഇത്തിരി കാര്യം എന്നതിൽ നിന്നാണ് സ്നേഹം താൻ ശക്തി എന്നുള്ളത് ആ പാഠഭാഗം എടുത്തിട്ടുള്ളത്. നിത്യ ചൈതന്യ എഴുതിയുടെ പൂർവ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹം സന്യാസം സ്വീകരിച്ചപ്പോൾ പേര് നിത്യ ചൈതന്യ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, സത്യത്തിന്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിനൊരാമുഖം, നളിനി, കാവ്യശില്പം, ജാതി മതം ദൈവം, യതിചര്യ, മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങിയ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കൃതികളെ കുറിച്ചൊക്കെ കൃതികൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിലും നമുക്ക് ക്ഷുഭിതൻ, അനുബന്ധം, പീഠ. അനുബന്ധം അതിന്റെ അർത്ഥം ചോദിക്കാറുണ്ട്. പിന്നെ ഇത് അനുബന്ധം ശരിയായ രീതിയിൽ എഴുതിയത് ഏത് എന്ന് നിങ്ങൾ അനുബന്ധം വായിച്ചാൽ മാത്രം പോരാ. ക്ഷുഭിതൻ, അനുബന്ധം, അതൊക്കെ ഒന്ന് എഴുതി പഠിക്കുകയും വേണം. അതേപോലെ അഞ്ചിതം എന്ന വാക്ക്, കഴിഞ്ഞ പാഠത്തിലെ അഞ്ചിതം എന്ന വാക്ക്, അതൊക്കെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ എഴുതിയത് ഏത്, 4 തന്നിട്ട് അതിൽ ശരിയായ രീതിയിൽ എഴുതിയത് ഏത് എന്ന് ചോദ്യം വരാറുണ്ട്. ക്ഷുഭിതൻ, അനുബന്ധം, അഞ്ചിതം, ഇതൊക്കെ അതിൽ ചോദിക്കാവുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളാണോ?
അതേപോലെ തന്നെ ചില മഹത് വചനങ്ങൾ, സ്നേഹത്തെക്കുറിച്ചുള്ള ചില മഹത് വചനങ്ങൾ ആരാണ് എഴുതിയത്, ആരാണ് പറഞ്ഞത്? സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പറഞ്ഞതാരാ? ആരെങ്കിലും ഒരാളെ ജസ്റ്റ് ഒന്ന് പറയൂ. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. നാരായണ ഗുരു. നാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഗുരു. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. എല്ലാവരും കൂടി ഇങ്ങനെ പറയണ്ട കേട്ടോ. ശ്രീനാരായണ ഗുരു. ഹലോ, എല്ലാരും കൂടി ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ചിലത് ക്ലിയർ ആവുന്നില്ല. ഹലോ, നമുക്ക് കുടയില്ലാത്തവർ, അടുത്ത പാഠം കുടയില്ലാത്തവർ എന്നാണ്. ONV കുറുപ്പ് എഴുതിയ ഞാൻ അഗ്നി എന്ന പാഠത്തിലാണ് ഞാൻ അഗ്നി. നമുക്കറിയാം ONV കുറുപ്പിനെ കുറിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 19ാമത്തെ പേജിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജീവചരിത്ര കുറിപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ് ONV കുറുപ്പിന്റെ. അദ്ദേഹം കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. അദ്ദേഹം ഒരു കവിയും അധ്യാപകനും ഗാനരചയിതാവും ധാരാളം ചലച്ചിത്ര ഗാനങ്ങളൊക്കെ എഴുതിയതാണ്. 2007 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതിയും എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്രത്തിലെയും കേരളത്തിലെയും സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, വളപ്പൊട്ടുകൾ, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൈരവന്റെ തുടി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അതെ അതെ, ഓക്കെ. ഇനി നിങ്ങൾക്ക് ചിലപ്പോ ഒരു കവിത തന്ന് അതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വരാറുണ്ട്. 5 മാർക്കിന്റെ ചോദ്യങ്ങള്. അതില് ഇതേപോലെയുള്ള ചിലപ്പോ പാഠപുസ്തകത്തിലെ കവിത മിക്കവാറും വരാറില്ല. വേറെ ഏതെങ്കിലും കവിത തന്ന് അതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനായിരിക്കും വരിക. അപ്പൊ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ കവിത ഏതാണ്, കവിതയുടെ പേര്, ആരാണ് എഴുതിയത്, അതിലെ ആശയം എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണ്, എന്തുകൊണ്ടാണ് വരി ഇഷ്ടപ്പെട്ടത്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതേപോലെയുള്ള വേറെ ഏതെങ്കിലും കവിതകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതാം. പിന്നെ ഏത് ആസ്വാദനക്കുറിപ്പ്? ഇഷ്ടമുള്ളതല്ല, ചോദ്യപേപ്പറിൽ വന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് എഴുതേണ്ടത്. ഒരു കവിത കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ ആസ്വാദനക്കുറിപ്പ്. പിന്നെ കനിവ്, കിനാവ്, ഇത് രണ്ടും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കനിവും
കിനാവും. കനിവ്, ദയ, കിനാവ്, സ്വപ്നം. അത് ഞാൻ പഠിച്ചു. പഠിച്ചു അല്ലെ. ഇപ്പൊ സ്നേഹദാന ശക്തിയില് വ്യാഹതി ചിലപ്പോൾ അർത്ഥം ചോദിക്കാറുണ്ട്. പിന്നെ ക്ഷുഭിതൻ, ജഗത്ത്, ഇതൊക്കെ അർത്ഥം ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ 22-ാമത്തെ പേജില് തുടർ വായനയ്ക്കുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നോക്കുക, നന്നായിട്ട് പഠിക്കുക. അതായത് മഞ്ഞപ്പാവാട എന്ന പുസ്തകം എഴുതിയ ഡോക്ടർ കെ ശ്രീകുമാറാണ്. മഞ്ഞുതുള്ളി, നിത്യചൈതന്യ യതി, പൂതപ്പാട്ട് നിങ്ങൾക്കറിയാം, ഇടശ്ശേരി വളപ്പൊട്ടുകൾ, ONV. ഇതാണ് ഒന്നാമത്തെ ഭാഗത്തുള്ളത്. ഇനി രണ്ടാമത്തെ ഹരിതം. ഹരിതത്തില് മഹാകവി കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണക്കുറുപ്പ് എഴുതിയ പച്ചക്കിളിയൊന്നു പാറിയൊരു കൊച്ച ശോകത്തോപ്പിലേറി ചാഞ്ചാടിയപ്പോഴ ചിങ്ങിക്കൊമ്പുതാൻ ചാടുമർമരം ചൊല്ലി. ഇത് ആരാണ് എഴുതിയതെന്ന് ചിലപ്പോ ചോദിക്കാറുണ്ട്. പച്ചക്കിളിയൊന്നു പാറിയൊരു കൊച്ച ശോകത്തോപ്പിലേറി, അത് മഹാകവി കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണ കുറുപ്പാണ്. ഇനി അതിൽ വരുന്ന നമ്മള് എന്റെ പനിനീർ ചെടി, മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ അന്ത്യനക്ഷത്രം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്താണ് എന്റെ പനിനീർ ചെടി. അതിൽ അന്ത്യനക്ഷത്രം, ബാഷ്പമണികൾ, പ്രഭാത പുഷ്പം, കാവ്യകൗമുദി, കാറ്റ് പറഞ്ഞ കഥ, ഇതൊക്കെയാണ് അവരുടെ പ്രധാന കൃതികൾ. ഇതില് ചില വാക്കുകൾക്ക് പകരം പദങ്ങൾ ചിലപ്പോ ചോദിക്കാറുണ്ട്. സന്തോഷം, അതിന് പകരം പദം. പിന്നെ അതില് സമാനാർത്ഥമുള്ള പദങ്ങൾ ചോദിക്കാം. മഞ്ഞ്, ശീതളം, പൂവ്, ഇതാണ് അതിന് ചോദിക്കാനുള്ള. പൂവ്, മലർ, സുമം, കുസുമം. മഞ്ഞ്, ഹിമം, തുഷാരം, പ്രാലേയം, ശീതളം. അതൊക്കെ നമുക്ക് അതിൽ ചോദ്യങ്ങള്, സമാനാർത്ഥങ്ങള് ചോദിക്കാൻ വരാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് പിരിച്ചെഴുതാനും കൂട്ടിച്ചേർത്ത് എഴുതാനും കൂട്ടിച്ചേർത്ത് എഴുതാനും വരാറുണ്ട്. മുത്തണിഞ്ഞു, മുത്ത് അധികം അണിഞ്ഞു. നാമ്പ് ഉണരുന്നത്, നാമ്പ് ഉണരുന്നത്. ആർത്തിരമ്പുക, ആർത്ത് ഇരമ്പുക. കുരുന്നില, കുരുന്ന് അധികം ഇല, കുരുന്നില. അടുത്ത പാഠഭാഗം നമ്മുടെ ഞാവൽക്കാട് എന്നുള്ളതാണ്. അത് പിണ്ടാണി NP പിള്ള എഴുതിയ കാടുണരുന്നു എന്നുള്ള ആ പുസ്തകത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ കൃതികള് കരമുട്ടുകൾ, ആനക്കാരനപ്പുണ്ണി, കുട്ടനും കിട്ടനും തുടങ്ങിയവയാണ് അതിലുള്ളത്. ഇതിലൊന്ന് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ പത്രവാർത്ത എഴുതാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ 5 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ പാഠഭാഗത്തിൽ നിന്നാണ്. അപ്പോ നമുക്ക് ഒരു നോട്ടീസ് തന്ന് അതിനെ പത്രവാർത്തയാക്കിയിട്ട് എഴുതാൻ വരാറുണ്ട്. അപ്പൊ പത്രവാർത്ത എഴുതുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പത്രവാർത്തയായിട്ട് എഴുതാറുള്ളത്. അപ്പോ ആ രീതിയിലായിരിക്കും നമ്മൾ പത്രവാർത്ത എഴുതേണ്ടത്. അപ്പൊ പത്രവാർത്ത എങ്ങനെ എഴുതുക എന്നൊക്കെ നമ്മള് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു തലക്കെട്ട് വേണം, സ്ഥലം വേണം. തലക്കെട്ട് ആകർഷണീയമായിരിക്കണം. പിന്നെ കഴിഞ്ഞുപോയ രീതിയിലായിരിക്കണം നമ്മൾ പത്രവാർത്ത എഴുതേണ്ടത്. പിന്നെ P. മധുസൂദനൻ എഴുതിയ പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചി അറിയാം എന്നുള്ള ഒരു കവിത കൊടുത്തിട്ടുള്ളത് P. മധുസൂദനൻ എഴുതിയതായിരിക്കും. P. മധുസൂദനൻ എഴുതിയതാണ്. ഓക്കെ. ഇതില് അങ്കണം, അങ്കണം ചിലപ്പോ തെറ്റിച്ച് എഴുതാം. അങ്കണം മുറ്റമാണ്. അങ്കണം, അനുവേലം, ജാതം, മോദം, സൗഭഗം, ഈ വാക്കുകളൊക്കെ അതിന്റെ അർത്ഥം ചോദിക്കാറുണ്ട്. സൗഭഗം സൗന്ദര്യം, മോദം സന്തോഷം, ജാതം ജനിച്ചത്, അനുവേലം എപ്പോഴും കൂടെ, അനുവാസരം
ദിവസം തോറും, വാസരം ദിനം, അനുവാസരം ദിവസം തോറും. അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക. അങ്കണം അറിയാലോ നിങ്ങൾക്ക്, മുറ്റം. അംഗം ഉണ്ട്, അംഗം ഗ. അപ്പൊ അത് ഏതാണ് ശരിയായ രീതിയിൽ എഴുതുക എന്ന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് 36-ാമത്തെ പേജില് മിഠായി പൊതി എഴുതിയത് സുമംഗലയാണ്. സുമംഗലയുടെ യഥാർത്ഥ പേരറിയോ? ലീല നമ്പൂതിരിപ്പാട്. വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. ലീല നമ്പൂതിരിപ്പാട് അവരെഴുതിയതാണ്. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ എഴുതിയതാണ് പഞ്ചതന്ത്രം. നമുക്ക് മലയാളത്തിൽ എഴുതിയത്, അതിന്റെ മലയാള സുമംഗല എഴുതിയ പഞ്ചതന്ത്രമുണ്ട്. അതിന്റെ പഞ്ചതന്ത്രം എന്നുള്ള യഥാർത്ഥ കൃതി എഴുതിയത് വിഷ്ണു ശർമ്മയാണ്. ജിയുടെ കുത്തിക്കവിതകൾ, പിന്നെ അത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയതാണ്. പിന്നെ NV കൃഷ്ണവാര്യർ ഓണത്തെക്കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഒരു ചെടിയും നട്ടു വളർത്തിയിൽ ഓണപ്പൂവ് എങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചിയിൽ ഓണച്ചോർ എങ്ങനെയുണ്ണാൻ, ഒരു വാഴക്കന്നും ഓണപ്പഴം എങ്ങനെ തിന്നാൻ, ഒരു കവിനോയിൽ പോലും നൂറ്റിയിൽ ഓണത്തുണി എങ്ങനെ അണിയാൻ. ഈ കവിത എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യർ. അതിൽ ആത്മകഥ എഴുതാൻ ചിലപ്പോ വരാറുണ്ട്. ചിലപ്പോ കലപ്പയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയകാല ഉപകരണങ്ങളുടെ, അല്ലെങ്കിൽ പത്തായം, കലപ്പ, അങ്ങനെയുള്ള അതിന്റെ ആത്മകഥ എഴുതാൻ വരാറുണ്ട്. ആത്മകഥ എഴുതുമ്പോൾ അത് നമ്മളാണ് എന്ന്, നമ്മൾ തന്നെയാണ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ ആത്മകഥ എഴുതേണ്ടത്. ഹലോ. പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. ഇതിന്റെ ഏത് ചൊല്ലാണ്? എന്താണ് ആ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതേപോലെയുള്ള ചൊല്ലുകളുടെ ഒരു ആശയം വിവരിക്കേണ്ടതിൽ വരാറുണ്ട്. പിന്നെ ഇരുമുറി പത്തായത്തിന് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മുരളീധരൻ എഴുതിയ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന ആ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ പത്തായ തേൻ നുകരാം, പണം നേടാം, ഓർമ്മയിലെ കൃഷി കാഴ്ചകൾ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വരാവുന്ന ഒന്ന് മൃഷ്ടാന്നം, സങ്കേതം, ഗതകാലം. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം വയറു നിറയെ ഉള്ള ഭക്ഷണം, മൃഷ്ടാനം എന്ന് പറഞ്ഞാൽ. സങ്കേതം ഈ വാക്കുകളുണ്ട് കേട്ടോ, എല്ലാം പറയാൻ സമയമില്ല. സാർവത്രികം, പൂർവികർ, വരാറുണ്ട്. അതൊന്ന് ഇലപൊഴിയും
ഇനി ഇതില് വരുന്ന നമ്മളെ വിളംബരം അല്ലെങ്കിൽ ഒരു തത്സമയ വിവരണം ഒക്കെ എഴുതാൻ വരാറുണ്ട്. ഇപ്പോ വള്ളംകളിയുടെ തത്സമയ വിവരണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു